നമ്മുടെ ബിസിനസ്സിൽ റിമാർക്കബിൾ ആയ എക്സൈറ്റിംഗ് ആയ ഒരു കാര്യം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അത്ര വലിയ പണച്ചെലവൊന്നും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ആളുകൾക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാകുന്ന, ഇതുവരെ സാധാരണ രീതിയിൽ ആൾക്കാർ ചെയ്ത് കാണാത്ത പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്ന ചെറിയൊരു മാറ്റം കൊണ്ടുവന്നാൽ പോലും നിങ്ങളുടെ ഒരുപാട് കസ്റ്റമേഴ്സിനെ അവർ പോലും അറിയാതെ നിങ്ങളുടെ പ്രൊമോട്ടേഴ്സ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. Welcome to another video of Bisignite. Myself, CA Josephine Tony, a chartered accountant. പല ബിസിനസ്സുകളും നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് വലിയ ഒരു തുക ചിലവാക്കാനുള്ള ഒരു സാമ്പത്തികമൊന്നും മിക്ക ചെറിയ സംരംഭകർക്കും കാണാറില്ല. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും ആശ്രയിക്കുന്നത് റെഫറലിനെ അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒന്നാണ് ഇതെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ചില മാസം നമുക്ക് കുറച്ച് റെഫറൽ വഴി ബിസിനസ്സൊക്കെ വരും, അടുത്ത മാസം പിന്നെയും ബിസിനസ് കുറയുന്നു. അങ്ങനെ ഒട്ടും ഡിപ്പെൻഡബിൾ അല്ലാത്ത ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയാണിത്. എന്നാൽ അതേസമയം നമ്മളെപ്പോലെ തന്നെയുള്ള മറ്റൊരു ബിസിനസ്സിന് നല്ല രീതിയിൽ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്നത്, ഇവരുടെ സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകളൊക്കെ വൈറലാകുന്നത് നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ടോ? അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ? എങ്ങനെയാണ് ബിസിനസ്സുകൾ വൈറലാകുന്നത്? ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ വഴി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ സ്വയം ചോദിക്കേണ്ടത്, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് മറ്റൊരാളോട് സംസാരിച്ചാൽ, നമ്മുടെ ബിസിനസ്സിൻ്റെ പരസ്യം മറ്റൊരാൾക്ക് അയച്ചു കൊടുത്താൽ നമ്മൾ റെഫർ ചെയ്യുന്ന, നമ്മൾ ഷെയർ ചെയ്യുന്ന ആൾക്ക് എന്താണ് മെച്ചം എന്നുള്ളതാണ്. മെച്ചം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മീഷൻ കിട്ടുന്ന പരിപാടിയൊന്നുമല്ല. ഇവിടെയാണ് സോഷ്യൽ കറൻസി എന്ന കോൺസെപ്റ്റിൻ്റെ പ്രാധാന്യം. സോഷ്യൽ കറൻസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളെക്കുറിച്ച് തന്നെ സംസാരിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു മെൻ്റൽ റിവാർഡാണ്. നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മാത്രം കിട്ടിയ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇതെല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് വഴി എന്തോ ഒരു സെൻസ് ഓഫ് പ്രൈഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പലപ്പോഴും ഒരു കുട്ടി അവന് കിട്ടിയ ഒരു കളിപ്പാട്ടം വിരുന്നുകാർക്ക് കാണിച്ചു കൊടുക്കുന്ന അതേ എക്സൈറ്റ്മെൻറ്റാണ് നമ്മളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതേ താല്പര്യമാണ് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ ഇത്രയധികം പോപ്പുലർ ആക്കിയത്. ഇനി ആളുകൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളാണ്? അവരെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ, എക്സൈറ്റിംഗ് ആയ വ്യക്തികളായിട്ട് കേൾക്കുന്നവർ കണക്കാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കും അവർ കൂടുതലായിട്ടും സംസാരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എങ്ങനെ എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കുന്നത് എക്സൈറ്റിംഗ് ആയ ഒരു കാര്യമാക്കി മാറ്റാം എന്നുള്ളതാണ്. എപ്പോഴാണ് ഒരു കാര്യം എക്സൈറ്റിംഗ് ആകുന്നത്? അത് എക്സ്ട്രാ ഓർഡിനറിയും അൺയൂഷ്വലും ആകുമ്പോഴാണ്. അതായത് ആളുകൾ ജനറലി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് അത് ഒരു സർപ്രൈസ് ആകുന്നു, എക്സൈറ്റിംഗ് ആകുന്നു, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ അതൊരു കാരണമാകുന്നു. ഉദാഹരണത്തിന്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂർക്കൊരു ബസ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്തപ്പം പ്രതീക്ഷിക്കാത്ത ഒന്ന് എനിക്ക് കിട്ടി. 1500 രൂപ എങ്ങാണ്ടോ ആയിരുന്നു ഈ ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് തോന്നുന്നു. ഈ ഒരു ബസ്സിൽ കയറിയപ്പം എക്സ്ട്രാ ഒരു 5 രൂപയുടെ പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു 10 രൂപയുടെ മിനറൽ വാട്ടറും. ബസ്സിൽ സാധാരണ രീതിയിൽ അങ്ങനെ ഫുഡ് കൊടുക്കുന്ന ഒരു രീതിയൊന്നും ഇല്ല. കൂടിപ്പോയാൽ നമുക്കൊരു ബ്ലാങ്കറ്റ് കിട്ടുമായിരിക്കും. അപ്പം ഇതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. 1-2 ദിവസത്തേക്ക് ഞാൻ കാണുന്ന ആളുകളോടൊക്കെ എനിക്ക് കിട്ടിയ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു. കാരണം എനിക്ക് മാത്രമേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചിലപ്പം കിട്ടിയിട്ടുണ്ടായിരിക്കുള്ളൂ. കുറച്ച് ദിവസത്തിന് ശേഷം തിരിഞ്ഞ് ചിന്തിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കേവലം ഒരു 15 രൂപയുടെ ചിലവിൽ ഇവരെത്ര എളുപ്പത്തിലാണ് എന്നെക്കൊണ്ട് അവരുടെ പരസ്യം ചെയ്യിപ്പിച്ചതെന്ന്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ റിമാർക്കബിളായ, എക്സൈറ്റിംഗ് ആയ ഒരു കാര്യം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അത്ര വലിയ പണച്ചെലവൊന്നും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ആളുകൾക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാകുന്ന, ഇതുവരെ സാധാരണ രീതിയിൽ ആൾക്കാർ ചെയ്ത് കാണാത്ത പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്ന ചെറിയൊരു മാറ്റം കൊണ്ടുവന്നാൽ പോലും നിങ്ങളുടെ ഒരുപാട് കസ്റ്റമേഴ്സിനെ അവർ പോലും അറിയാതെ നിങ്ങളുടെ പ്രൊമോട്ടേഴ്സ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ബിസിനസ്സിനെ വൈറലാക്കുന്ന സ്ട്രാറ്റജീസ് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ടൈപ്പ് വൈറൽ ഇൻ ദ കമൻറ്റ് ബോക്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ, ആൻഡ് ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.